സുഹൃത്തുക്കളെ, സംഗതി എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മലപ്പുറത്ത് ഒരു മാഘമഹോത്സവം നടന്നിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് അപാരമായിട്ടുള്ള തിരക്കാണ് അവിടെ ഉണ്ടായത്. ആ തിരക്കുണ്ടായ സമയത്ത് അതിനിടയിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട് വന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഏതൊരു കുട്ടിയുടെ മാല മോഷ്ടിക്കാനൊക്കെ ശ്രമിച്ചു. കുടുംബമായിട്ട് വന്ന ഒരു കുട്ടിയുടെ മാല മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയുള്ളൂ. പക്ഷെ പോലീസ് അതിവിദഗ്ധമായിട്ട് ലവനെ പിടിച്ചു. ആദ്യമേ പറയട്ടെ, ആ ചങ്ങാതി നമ്മുടെ കേരളത്തിലുള്ള ഒരാളല്ല. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, നമ്മുടെ ഈ ഒരു നാട്ടുകാരനൊന്നല്ല. ഇനിയിപ്പോൾ അതും മലപ്പുറത്ത് ഏതെങ്കിലും ആളുകളാണെന്നുള്ള വ്യാഖ്യാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലാണ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഈ ഒരു മഹോത്സവം കഴിഞ്ഞ ശേഷം ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ മലപ്പുറത്ത് ആ ഒരു പ്രദേശത്ത് നടന്നിട്ടുണ്ട്. എത്ര പേരെ ശ്രദ്ധിച്ചു എന്നറിയില്ല. സംഗതി ഇങ്ങനെയാണ്. അയ്യോ, അതല്ല. പരിപാടി അതിന്റെ കാരണം കൂടിയാണ് ഇവിടെ പറക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഒരു MLA പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു സാമൂഹ്യ നായകന്മാർ ഇവിടെ വന്നിട്ടില്ല. നമുക്കൊരു വിഷമമുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഞാൻ 15 ദിവസം നിങ്ങൾക്ക് ആ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ അവസാനം ചിലപ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹോത്സവത്തിൻ്റെ ഒരു നാളിലും ഏകദേശം ഒരു 10-12 ദിവസം അവിടെ ഉണ്ടായല്ലോ, ഒരു നാളിലും കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ പോലും ആ ഒരു മഹോത്സവത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകൾ മുഴുവൻ അവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയ സമയത്ത് അവിടേക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മനോരമ ചാനലിൽ എത്തുന്നു. മനോരമ ചാനലിൽ എത്തിയ സമയത്ത് അവിടുത്തെ ജനങ്ങൾ അത് തടുക്കുകയാണ്. നിങ്ങൾ വരാത്തത് ഞങ്ങൾക്ക് വിഷമമുണ്ട്, പത്രമാധ്യമങ്ങളൊന്നും ഇതിനെപ്പറ്റി വാർത്ത കൊടുക്കാത്തത് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ചില സോക്കോൾഡ് വിശ്വാസികളായിട്ട് ആളുകളൊക്കെ പറഞ്ഞു വരുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇത് കൊടുക്കാതിരുന്നത് എന്നതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ ചാനലുകളൊന്നും ഈ ഒരു മഹോത്സവത്തെ കുറിച്ച് കൊടുത്തിട്ടില്ല? ഈ മഹോത്സവ വിശ്വാസികളായിട്ട് ആളുകളൊക്കെ പറയുന്നത് ഇത് ഹിന്ദുക്കളുടെ പരിപാടി ആയതുകൊണ്ട് കൊടുക്കാത്തതാണ് എന്നുള്ളതാണ്. ഇതങ്ങനെ വെറും ഒരു ഹിന്ദുക്കളുടെ പരിപാടിയായിട്ടൊന്നല്ല ഈ മലപ്പുറത്ത് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദു വിശ്വാസത്തിൽ പെടാത്ത ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സൂഫി സന്യാസികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാരും തന്നെ, ഒരുപക്ഷെ BJPയുടെ ആൾക്കാരെ ഒഴിവാക്കിക്കോളൂ, അവർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അവരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുരേഷ് ഗോപി അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും തന്നെ ആ ഒരു പ്രദേശത്തേക്ക് എത്തി നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടും പറയാം, ഇതിന് പുറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് അവരെല്ലാം വിശ്വസിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിലേക്ക് വന്നത് വേറൊരു വാർത്തയാണ്. ഒരു രസകരമായ സംഭവമാണ്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം കിടക്കാം. कोटा से है, जो कि कोचिंग कैपिटल ऑफ इंडिया है. पूरे भारत देश से स्टूडेंट्स यहाँ पढ़ने आते हैं. UPSC, नीट, IIT की तैयारी करते हैं. और कोटा जैसे शहर में 3 लाख से ज्यादा लोग इसे देखने के लिए इकट्ठा हुए हैं. इसी के साथ ही दूसरा वीडियो, ഈ ഹിന്ദിക്കാരെ മുഴുവൻ വിവരമില്ലാത്തവരായിട്ടൊക്കെ കാണുന്ന കുറേ ഒരു ജനത നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചെന്ന വീഡിയോയിൽ ഒന്ന് ഉത്തർപ്രദേശിലെ ഒരു പുതിയ സ്വാമി ഉണ്ടായിട്ടുണ്ട്. ലെവൻ നടന്നു പോണ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഹിപ്നോട്ടിസം ചെയ്യും, ആളുകളൊക്കെ ഇങ്ങനെ വിറച്ചിങ്ങനെ വീഴും. അപ്പോൾ ആ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ചങ്ങാതി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടും അയാളെ കാൽപ്പാദത്തിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ടും അയാൾ എറിയുന്ന പൂവിൻ്റെ ഒരു ഇതളെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആ ഒരു വിശ്വാസഭ്രാന്തിന്റെ ഒപ്പം തന്നെ ഈ ഹിന്ദിക്കാരെ നമുക്കൊരു വേറെ വീഡിയോ കൂടി കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കണ്ടോക്കൂ. केरला से जहां हजारों लोगों की भीड़ इकट्ठा हुई सुनीता विलियम्स को देखने और सुनने के लिए, और इसे देखकर बहुत खुशी भी होती है कि हमारे देश का यूथ बिल्कुल सही दिशा में जा रहा है. अंधविश्वास അദ്ദേഹം പറഞ്ഞു തന്നത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഉത്തർപ്രദേശില് ഒരു സോക്കോള് പുതിയ ഒരു ആൾദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് നിന്നപ്പോൾ അതേപോലെ തന്നെ ആയിരക്കണക്കിനോളം വരുന്ന, ഒരു 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് തടിച്ചുകൂടി.
തടിച്ചുകൂടിയത് ഇങ്ങനെ ഏതെങ്കിലും ആൾ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടല്ല, സുനിത വില്യംസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സുനിത വില്യംസിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ കേരളത്തിലെ ജനങ്ങളുടെ യൂത്തിന്റെ തിരക്ക് കണ്ടപ്പോൾ ഈ ഹിന്ദിക്കാരന് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. അദ്ദേഹം പറയുന്നത് അന്ധവിശ്വാസത്തിന് വേണ്ടിയല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ ക്യൂ നിന്നത്. അന്ധവിശ്വാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടോ ഒന്നല്ല കേരളത്തിലെ ജനങ്ങൾ ക്യൂ നിന്നത്. എന്നാൽ സുനിത വില്യംസ് എന്ന് പറയുന്ന ആസ്ട്രോനോട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യൂ നിന്നത്. അല്ലാതെ ഏതെങ്കിലും ആൾ ദൈവത്തിൻ്റെ മുന്നിൽ ക്യൂ നിന്നതല്ല എന്ന് പറയുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ആൾ ദൈവത്തിൻ്റെ കൂടെ പോകാത്ത ആളുകളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ്. ഞാനത് അവസാനം പറയാം. देश के लिए बिल्कुल नया नहीं है, पर जो नया है वो है ये, जो सरकार इस तरीके का प्रमोशन कर रही है उसे देखकर हम सबको चिंता होनी चाहिए. और ये दोनों ही ഇവിടെ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഉത്തർപ്രദേശത്തില് എന്തുകൊണ്ട് ഇത്തരം ആൾദൈവത്തിന്റെ പിന്നാലെ ആളുകൾ പോകുന്നു, സർക്കാർ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളെയും ഇത്തരത്തിലുള്ള കള്ളസന്യാസിമാരുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ സർക്കാർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്, സർക്കാർ തന്നെയാണ് അതിന് പണം ചെലവഴിക്കുന്നത് അത്തരം സ്ഥലങ്ങളിൽ, സ്റ്റേറ്റുകളിൽ. ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം. കുംഭമേള എന്ന പേരിൽ നടന്ന മാഘ മഹോത്സവത്തിനെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. എന്തായാലും ഇനി എന്താണ് ആ പുഴക്കരയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ട് എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഘ മഹോത്സവം എന്ന് പറയുന്ന സംഗതിയിലൂടെ നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ധവിശ്വാസം വളർത്തി കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസ തീവ്രതയിലേക്ക് ആളുകൾ എത്തിക്കുകയോ എന്ന് പറയുന്ന ലക്ഷ്യം ഇവർക്ക് പുറകിൽ ഉണ്ടോ എന്ന് ഒരുപക്ഷെ ഗവൺമെന്റ് സംശയിക്കുന്നുണ്ടായിരിക്കാം, രാഷ്ട്രീയ പ്രവർത്തകർ സംശയിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു സോക്കോളി വിശ്വാസികൾ മുഴുവൻ കയ്യിലിറക്കുന്ന ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് തന്നെ ആയിരിക്കണം ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഈ പുകഴ്ത്തുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നോക്കൂ, അവിടെ സുനിത വില്യംസിനെ കാണാൻ വന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു തോന്നല് ഈ മാഘ മഹോത്സവം എന്ന് പറയുന്നത് അതിന് വന്നിട്ടുണ്ട്. ഗംഗ ആരതിയുടെ ഒരു റെപ്ലിക്ക അവിടെ നടന്നിട്ടുണ്ട്. ഗംഗ ആരതി എങ്ങനെയാണോ അതേപോലത്തെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്തേക്ക് വന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത വർഷം 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് അത്രേ ഇനി ഈ മാഘ മഹോത്സവം നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നുള്ളത്. वीडियो सोशल मीडिया पे बहुत वायरल हो रहे हैं और यहाँ पे कंपेयर किया जा रहा है कि केरला किस तरीके से एजुकेशन को प्रमोशन कर रहा है और दूसरा ही तरफ नॉर्थ में अंधविश्वास को बढ़ावा दिया जा रहा है. पर मैं ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, കേരളത്തിലെ എഡ്യൂക്കേഷൻ പിണറായി വിജയന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിലെ അന്ധവിശ്വാസമാണ് അവിടുത്തെ ഗവൺമെന്റ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ വൃത്തിയായിട്ട് തന്റെ നാടിനെ കുറിച്ച് വളരെയധികം കൺസേൺ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ദാറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കേരളത്തിലെ അന്ധവിശ്വാസികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും ഇപ്പോഴും വിചാരിക്കുന്ന കേരളത്തിലൊരു മഹാകുംഭമേള നടന്നു, ഇനി ഇങ്ങനത്തെ ഒരു കുംഭമേള ഇവിടെ നടക്കുമെന്ന്. പക്ഷേ ഇത് കുംഭമേള അല്ല എന്നും ഇത് മാഘ മഹോത്സവമാണെന്നും എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. എങ്ങനെ കുംഭമേള നമ്മുടെ കേരളത്തിൽ നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കത് അറിയില്ല. ഇനിയിപ്പോൾ കുംഭമേളയുടെ ചരിത്രം പറയാം, ചരിത്രമല്ല അതിൻ്റെ ഒരു ആചാര അല്ലെങ്കിൽ വിശ്വാസ രീതികളും കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നാലും ആരും അതിനെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവർക്ക് പുത്തൻ കഥകളാണ് ഇഷ്ടം, പുത്തൻ രീതികളാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിപ്പോകരുതെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത് കോൺഗ്രസും വിശ്വസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല. അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു മഹോത്സവത്തിന് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ.